ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷാണ്. പുതിയ പാഠപുസ്തകമാണ്. ഇംഗ്ലീഷിലെ പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കാണ്. പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ യൂണിറ്റ് 4ാമത്തെ യൂണിറ്റാണ് ഫോർ ഹാഫ് ദ സ്കൈ. അതിലെ ആദ്യ ചാപ്റ്റർ ദ വൈ വൈ ഗേൾ. ദ വൈ വൈ ഗേളിൻ്റെ ഓൾറെഡി പാർട്ട് 1 ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പാർട്ട് 1 ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ പാർട്ട് 2 ക്ലാസ് ആണ്. ഇതിൽ നമ്മൾ ആക്ടിവിറ്റീസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വൈ വൈ ഗേൾ എന്ന ചാപ്റ്ററിൻ്റെ മുഴുവൻ ആക്ടിവിറ്റീസും ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ആദ്യ ആക്ടിവിറ്റി ലുക്ക് അറ്റ് ദ ഫോളോവിങ് ക്വസ്റ്റ്യൻസ് റേസ്ഡ് ബൈ മൊയ്ന. മൊയ്ന ചോദിച്ച ചോദ്യങ്ങളാണിത്. വൈ ഷുഡൻറ്റ് ഐ ക്യാച്ച് എ കോബ്ര? എന്തുകൊണ്ട് എനിക്ക് മൂർഖൻ പാമ്പിനെ പിടിച്ചുകൂടാ? വൈ ഡു വി ലിവ് ഇൻ എ ലീഫ് ഹട്ട്? എന്തുകൊണ്ടാണ് നമ്മൾ ലീഫ് കൊണ്ട് ഉണ്ടാക്കിയ വീട്ടിൽ താമസിക്കുന്നത്? വൈ കാൺ വി ഈറ്റ് റൈസ് ട്വൈസ് എ ഡേ? എന്തുകൊണ്ട് നമുക്ക് 2 നേരം അരി കൊണ്ട് ചോറ് കഴിച്ചുകൂടാ എന്നാണ് ചോദ്യം കേട്ടോ. അപ്പോൾ ഇതുപോലെ നേച്ചർ, ടെക്നോളജി, ഫുഡ്, ഹെൽത്ത്, സോഷ്യൽ ലൈഫ് കാണുന്നുണ്ടല്ലോ അല്ലേ? ഈ 1 2 3 4 5 എന്നിട്ടിട്ടുള്ളത് അതുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് നമ്മൾ ഉണ്ടാക്കണം. അതായത് നേച്ചറുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ്, ടെക്നോളജിയുമായി റിലേറ്റ് ചെയ്തത്, ഫുഡുമായി റിലേറ്റ് ചെയ്തത്, ഹെൽത്ത്, സോഷ്യൽ ലൈഫ്. ഓക്കെ, അപ്പോൾ ഓരോന്നും അവർ തന്നിട്ടുണ്ട് എക്സാമ്പിൾസ്, ബാക്കി നമ്മൾ ഉണ്ടാക്കണം. നമുക്ക് ആദ്യം നേച്ചറുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. വൈ ഈസ് ദ ഓഷ്യൻ ബ്ലൂ അവർ തന്നിട്ടുണ്ട്. നമ്മുടെ നോക്കാം നമുക്ക് നേച്ചറുമായി റിലേറ്റ് ചെയ്തത്. വൈ ഈസ് ദ സ്കൈ ബ്ലൂ? വൈ ഡു ലീവ്സ് ചേഞ്ച് കളർ വൈൽ ഫോളിങ്? വൈ ഡു സം ആനിമൽസ് ഹൈബർനേറ്റ്? വൈ ഡു വി ഹാവ് സീസൺസ്? വൈ ഡു വോൾക്കാനോസ് ഇറപ്റ്റ്? ഓക്കെ, അടുത്ത ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ മലയാളം എന്തുകൊണ്ടാണ് ആകാശം നീല നിറത്തിൽ കാണുന്നത്? എന്തുകൊണ്ടാണ് ഇലകൾ കളർ മാറുന്നത്, പൊഴിഞ്ഞു വീഴുന്നത്? എന്തുകൊണ്ടാണ് ആനിമൽസ് കുറേ നേരം ഉറങ്ങില്ല? അതാണ് ഹൈബർനേറ്റ് കേട്ടോ. ഒരു കാലഘട്ടം ചില ജീവികളൊക്കെ 6 മാസം ഉറക്കോ 6 മാസം എഴുതിയിട്ടിരിക്കുകയൊക്കെ ആയിരിക്കും ഹൈബർനേറ്റ് ചെയ്യുക. വൈ ഡു വി ഹാവ് സീസൺ? എന്തുകൊണ്ടാണ് നമുക്ക് സീസൺസ് ഉള്ളത്? എന്തുകൊണ്ടാണ് അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കുന്നത്? ഇതൊക്കെയാണ് കേട്ടോ നേച്ചറുമായി റിലേറ്റ് ചെയ്തത്. അടുത്ത ടെക്നോളജിയുമാണ്. വൈ ഡു വി യൂസ് സ്മാർട്ട് ഫോൺ? Why does the internet have Wi-Fi? Why do we have computers? Why do cars have engines? Why do we have street lights? ഇത് ടെക്നോളജിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തത് ഫുഡുമായി റിലേറ്റ് ചെയ്തതാണ്. വൈ ആർ സം ഫുഡ് സ്പൈസി? വൈ ഡു വി നീഡ് ടു ഈറ്റ് വെജിറ്റബിൾസ്? വൈ ഡു സം പീപ്പിൾ ലൈക്ക് ഡിഫറെൻറ്റ് ഫുഡ് എന്നാക്കുക കേട്ടോ. Why do we cook our food? Why can't we eat only sweets? അടുത്ത ഹെൽത്തുമായി റിലേറ്റ് ചെയ്തതാണ്. Why do we need to sleep? Why should we brush our teeth? Why do we get sick? Why is it important to drink water? Why do we have to do exercise? സോഷ്യൽ ലൈഫുമായി റിലേറ്റ് ചെയ്തതാണ്. വൈ ഡു വി സെലിബ്രേറ്റ് ബർത്ത്ഡേയ്സ്? വൈ ഡു വി ഹാവ് ഡിഫറെൻറ്റ് കൺട്രീസ്? വൈ ഡു വി ഹാവ് റൂൾസ്? വൈ ഡു വി ഹാവ് ജോബ്സ്? വൈ ഡു വി ഗോ ടു സ്കൂൾ? നെക്സ്റ്റ്, ക്യാൻ യു തിങ്ക് ഓഫ് എ ഫ്യൂ മീനിങ്ഫുൾ വൈ ക്വസ്റ്റ്യൻസ് ടു മാച്ച് ദ റെസ്പോൺസസ് ഗിവൺ ബിലോ? റൈറ്റ് ദം ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. അപ്പോൾ നമ്മളിവിടെ വൈ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ക്യാൻ യു തിങ്ക് ഓഫ് എ ഫ്യൂ മീനിങ്ഫുൾ വൈ ക്വസ്റ്റ്യൻസ് അല്ലേ? അപ്പോൾ ഇവിടെ ആൻസേഴ്സ് തന്നിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ വൈ ക്വസ്റ്റ്യൻസ് നമ്മൾ ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ ഐ മിസ്ഡ് ദ സ്കൂൾ ബസ് ആണ്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. വൈ ഡിഡ് യു മിസ് ദ സ്കൂൾ ബസ്? അടുത്തത് ഐ എം വെരി ഹാപ്പി ടുഡേ ബിക്കോസ് ഐ ഗോട്ട് എ ന്യൂ ബാഗ്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കേണ്ടത് വൈ ആർ യു സോ ഹാപ്പി ടുഡേ? നെക്സ്റ്റ് വരുന്നത് ഉത്തരം വരുന്നത് ഐ ഡിഡൻറ്റ് അണ്ടർസ്റ്റാൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ദ ഹോംവർക്ക് ആണ്. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത് വൈ ഡിഡൻറ്റ് യു അണ്ടർസ്റ്റാൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ദ ഹോംവർക്ക് ആണ്. അടുത്തത് വി ഷുഡ് ഈറ്റ് ഹെൽത്തി ഫുഡ് ടു സ്റ്റേ സ്ട്രോങ് ആൻഡ് എനർജറ്റിക് ആണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ആൻസർ ഇതിൻ്റെ ക്വസ്റ്റ്യൻ വൈ ഷുഡ് വി ഈറ്റ് ഹെൽത്തി ഫുഡ്. നെക്സ്റ്റ്, ഐ ഫർഗട്ട് ടു കീപ് ദ ഇംഗ്ലീഷ് നോട്ട്ബുക്ക് ഇൻ മൈ ബാഗ്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ വൈ ഡിഡ് യു ഫർഗട്ട് ടു ബ്രിങ് യുവർ ഇംഗ്ലീഷ് നോട്ട്ബുക്ക്? അടുത്തത് ആൻസർ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഐ എം റിയലി സാഡ് ബിക്കോസ് ഐ മിസ് മൈ ഗ്രാൻഡ്മ. വൈ ആർ യു സാഡ് ആണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ആൻസേഴ്സ് കേട്ടോ. 1 2 3 4 5 6 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 6 ആൻസേഴ്സും ഇതിൽ കൊടുത്തിട്ടുണ്ട്.
റീഡ് ദ സെൻറ്റൻസ് ഫ്രം ദ സ്റ്റോറി ആണ് അടുത്ത ആക്ടിവിറ്റി വരുന്നത്. മെനി സ്റ്റാർസ് ആർ ബിഗ്ഗർ ദാൻ ദ സൺ. അതായത് ഒരുപാട് നക്ഷത്രങ്ങൾ സണ്ണിനേക്കാൾ വലുതാണ് അല്ലേ. വി യൂസ് ഡിഫറെൻറ്റ് വേർഡ്സ് ടു കമ്പയർ തിങ്സ്. ഹിയർ വി ആർ കമ്പയറിംഗ് ദ സ്റ്റാർസ് ആൻഡ് ദ സൺസ് യൂസിങ് ദ വേർഡ് ബിഗ്ഗർ. നമ്മൾ കമ്പാരിസൺ ചെയ്യാൻ വേണ്ടി രണ്ട് വസ്തുക്കളെ കമ്പയർ ചെയ്ത് പറയാൻ നമ്മൾ എന്തുപയോഗിക്കാറുണ്ട്? ബിഗ്ഗർ, ER വെച്ചിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഫാസ്റ്റർ ദാൻ, ദി ഫാസ്റ്റസ്റ്റ്, ഇങ്ങനെയൊക്കെ കമ്പാരിസൺ ചെയ്യും. അതുപോലെ നമുക്കിവിടെ 3 കുട്ടികളുടെ 3 പിക്ചർ തന്നിട്ടുണ്ട്. അലക്സ്, എറിക്, ലോറിസ്. ഇവരുടെ ഏജ്, ഹൈറ്റ്, സ്ട്രെങ്ത്, ക്രിയേറ്റിവിറ്റി, കോൺഫിഡൻസും ഇവിടെ തന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? 2 ആക്ടിവിറ്റി നമുക്ക് ചെയ്യാനുണ്ട്. ക്വസ്റ്റ്യൻ നോക്കാം. നൗ റീവിസിറ്റ് ദ ഇൻഫർമേഷൻ അബൌട്ട് അലക്സ്, എറിക് ആൻഡ് ലോറിസ്. റൈറ്റ് അബൌട്ട് ദെയർ ഹൈറ്റ് ആൻഡ് സ്ട്രെങ്ത് മേക്കിംഗ് എ കമ്പാരിസൺ. അപ്പോൾ ഇവരുടെ ഹൈറ്റും സ്ട്രെങ്ത്തും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു കമ്പാരിസൺ എഴുതണം. കണ്ടല്ലോ, ഇതുപോലെ കേട്ടോ. ലോറിസ് ഈസ് ദ ടോളസ്റ്റ് ഫോളോഡ് ബൈ അലക്സ്. ഈസ് ദ ടോളസ്റ്റ് എന്ന് വന്നില്ലേ, അതുപോലെ എറിക് ഈസ് ദ ഷോർട്ടസ്റ്റ്. കണ്ടോ, ലോറിസ് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് സ്ട്രെങ്തിൻ്റെ കാര്യത്തിൽ, ഫോളോഡ് ബൈ അലക്സ്. എറിക് ഈസ് ദ ലീസ്റ്റ് സ്ട്രോങ്. അപ്പോൾ ഇത് നമ്മൾ ഹൈറ്റും സ്ട്രെങ്ത്തും കമ്പയർ ചെയ്തതാണ്. നെക്സ്റ്റ്, ഇൻ സം കേസസ് മോർ ആൻഡ് മോസ്റ്റ് ആർ യൂസ്ഡ് ഫോർ മേക്കിംഗ് കമ്പാരിസൺ. മോറും മോസ്റ്റും ഉപയോഗിച്ച് നമ്മൾ കമ്പാരിസൺ ചെയ്യാറുണ്ട്. ഇനി നമുക്കുള്ളത് റൈറ്റ് 5 സെൻറ്റൻസസ് ബൈ കമ്പയറിംഗ് ദ ഫീച്ചേഴ്സ് ആൻഡ് ക്വാളിറ്റി ഓഫ് അലക്സ്, എറിക് ആൻഡ് ലോറിസ്. ഇവരുടെ ക്വാളിറ്റീസ് നമ്മൾ എഴുതണം. ലോറിസ് ഈസ് ടോളർ ദാൻ എറിക് അവർ തന്നിട്ടുണ്ട്. ഇനി അടുത്തത് ഇതുപോലത്തെ വേർഡ്സ് ആയിരിക്കണം കേട്ടോ. സ്ട്രോങ്ങർ ദാൻ, യങ്ങർ ദാൻ, അങ്ങനെ വരണം. അലക്സ് ഈസ് സ്ട്രോങ്ങർ ദാൻ എറിക്. എറിക് ഈസ് യങ്ങർ ദാൻ അലക്സ് ആൻഡ് ലോറിസ്. എറിക് ഈസ് മോർ ക്രിയേറ്റീവ് ദാൻ അലക്സ് ആൻഡ് ലോറിസ്. അലക്സ് ഈസ് മോർ കോൺഫിഡൻറ്റ് ദാൻ എറിക് ആൻഡ് ലോറിസ്. ലോറിസ് ഈസ് ഓൾഡർ ദാൻ അലക്സ് ആൻഡ് എറിക്. അപ്പോൾ ഈ ഓൾഡർ ദാൻ, യങ്ങർ ദാൻ, അങ്ങനെ വരുന്ന വേർഡ്സ് ആയിരിക്കും. ER ചേർത്തിട്ട് വരുന്നതാണ് കേട്ടോ കമ്പാരിസൺ. 2 വസ്തുക്കൾ തമ്മിലാണ് നമ്മളിവിടെ കമ്പയർ ചെയ്യണത്. അടുത്തത്, ലുക്ക് അറ്റ് ദ ടേബിൾ ആൻഡ് ഫിൽ ഇൻ ദ സ്പേസസ് പ്രൊവൈഡഡ് ബിലോ. ഇതും അതുപോലെ തന്നെയാണ്. ഈ ടേബിള് നോക്കുക, ഫില്ല് ചെയ്യുക. ആദ്യത്തെ അവർ തന്നിട്ടുണ്ട്. എ ലെമൺ ഈസ് സ്മോൾ, ആൻ ഓറഞ്ച് ഈസ് സ്മോളർ ദാൻ എ വാട്ടർ മെലോൺ. ലെമൺ ഈസ് ദ സ്മോളസ്റ്റ് എമംഗ് ദം. ഓക്കെ, അതേപോലെ നമ്മൾ ഈ 3 എണ്ണത്തിൻ്റെ ചെയ്യണം. ആദ്യത്തെ ചെയ്യാം. A small tree is short. A large tree is taller than a small tree. The coconut tree is the tallest. Okay. അടുത്തത്, a fox is dangerous. A wolf is more dangerous than a fox. The tiger is the most dangerous among them. അടുത്തത്, a scooter is expensive. A bike is more expensive than a scooter. The car is the most expensive among them. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസേഴ്സ് വരേണ്ടത് കേട്ടോ. നെക്സ്റ്റ് വരുന്നത്, ഇവിടെ നമുക്ക് ട്രൈബൽ പ്രൈഡ് ഡേ സെലിബ്രേഷൻ സമിതി വെസ്റ്റ് ബംഗാൾ, അതിൻ്റെ അവർ തന്നിട്ടുണ്ട്. എന്താണ് തന്നിരിക്കുന്നത്? ഒരു നോട്ടീസാണ് കേട്ടോ. അത് നിങ്ങൾ വായിക്കുക. നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് പറയാം. യുവർ സ്കൂൾ ഇസ് പ്ലാനിങ് എ സ്പെഷ്യൽ പ്രോഗ്രാം ടു ഫെലിസിറ്റേറ്റ് യുവർ ഫ്രണ്ട് ഓൺ ഹർ അമേസിംഗ് അച്ചീവ്മെൻറ്റ് അറ്റ് ദ നാഷണൽ അത്ലറ്റിക് മീറ്റ്. നിങ്ങളുടെ സ്കൂളിൽ നാഷണൽ അത്ലറ്റിക് മീറ്റിൽ വിജയിച്ച് അച്ചീവ് ചെയ്തൊരു കുട്ടിയെ എന്ത് ചെയ്യാണ്? ആദരിക്കുന്ന ഒരു ചടങ്ങാണ്. ഇമാജിൻ യു ആർ ഇൻ ചാർജ് ഓഫ് ഓർഗനൈസിങ് ദ ഇവന്റ്. നിങ്ങൾക്കാണ് അത് ഓർഗനൈസ് ചെയ്യേണ്ട ഇൻചാർജ്. അപ്പോൾ നിങ്ങൾ ഡ്രാഫ്റ്റ് എ നോട്ടീസ് ടു ഇൻവൈറ്റ് പീപ്പിൾ ടു ദ പ്രോഗ്രാം. ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളൊരു നോട്ടീസ് തയ്യാറാക്കണം. നോട്ടീസ് നോക്കാം. നോട്ടീസാണിത്. ഫെലിസിറ്റേഷൻ സെറിമണി. Dear students, this is to inform all students and staff that our school is organizing a special felicitation ceremony to honor our friend Rahul for his outstanding achievement in the National Athletic Meet. His dedication and hard work have brought a great pride to our school. ഡേറ്റ് കൊടുക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡേറ്റ് കൊടുക്കുക. ഞാനിവിടെ 12/11 കൊടുത്തിരിക്കുന്നത്. ടൈം 10 AM, വെന്യൂ സ്കൂൾ ഓഡിറ്റോറിയം. ഓൾ ആർ കോഡിയലി ഇൻവൈറ്റഡ് ടു അറ്റൻഡ് ദ പ്രോഗ്രാം ആൻഡ് ജോയിൻ us in celebrating his success. നിങ്ങൾക്കിതിലെ പേരുകളെല്ലാം മാറ്റി കൊടുക്കുക, സ്കൂൾ ടൈം ഇതെല്ലാം മാറ്റി കൊടുക്കുക കേട്ടോ, ഡേറ്റ് ഒക്കെ.
നെക്സ്റ്റ് വരുന്നത് റീഡ് ദ ഫോളോവിങ് സെൻറ്റൻസസ് ഫ്രം ദ സ്റ്റോറി ആണ്. സ്റ്റോറിയിൽ നിന്ന് 2 സെൻറ്റൻസ് നിങ്ങൾക്ക് വായിക്കാൻ തന്നിട്ടുണ്ട്. എന്നിട്ട് അവിടെ നിങ്ങൾക്ക് ആലിസ് ഇൻ വണ്ടർലാൻഡ് നോക്കാം നമുക്കത്. വൈ ഡു യു റീഡ് ബുക്സ് ബിഫോർ യു ഗോ ടു സ്ലീപ്പ്? ബിക്കോസ് ബുക്സ് ഹാവ് ദ ആൻസേഴ്സ് ടു യുവർ വൈസ്. Moina went to the library to get answers for all her whys. Moina used to prepare notes of the books she read. That is an example. Read it. അപ്പോൾ മൊയ്ന അവളുടെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടാൻ വേണ്ടി ലൈബ്രറിയിൽ പോയി ബുക്കുകൾ എടുത്ത് വായിച്ചു. അവളൊരു ബുക്ക് എടുത്തു, വായിച്ചു. ആ ബുക്ക് ഇതാണ്. എന്നിട്ട് അവൾ അതിൻ്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്തു കേട്ടോ. ആ ബുക്ക് ആലിസ് ഇൻ വണ്ടർലാൻഡ് ആയിരുന്നു അതിൻ്റെ ടൈറ്റിൽ. ഓതർ ലൂയിസ് കരോൾ. ടൈപ്പ് ഓഫ് ബുക്ക് ചിൽഡ്രൻസ് ലിറ്ററേച്ചർ. ആ ബുക്കിനെ കുറിച്ചാണ് താഴെ എഴുതിയിരിക്കുന്നത്. ഇനി നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് നൗ സെർച്ച് ഫോർ എൻ ഇൻട്രസ്റ്റിംഗ് ബുക്ക് ഇൻ യുവർ ലൈബ്രറി, റീഡ് ഇറ്റ് ആൻഡ് പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ടു ബി പ്രസൻറ്റഡ് അറ്റ് ദ സ്കൂൾ ഇംഗ്ലീഷ് ക്ലബ്. നിങ്ങളുടെ ലൈബ്രറിയിൽ നിന്നൊരു ബുക്ക് എടുത്ത് വായിച്ചിട്ട് അതിനെക്കുറിച്ചൊരു ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ഇംഗ്ലീഷ് ക്ലബ്ബിൽ പ്രസൻറ്റ് ചെയ്യാം. ഞാനിവിടെ ഒരെണ്ണം തന്നിട്ടുണ്ട്. ടൈറ്റിൽ ജംഗിൾ ബുക്ക്, ഓതർ റുഡ്യാർഡ് കിപ്ലിംഗ്. ടൈപ്പ് ഓഫ് ബുക്ക് ചിൽഡ്രൻസ് പർപ്പസ് ആണ്. ജംഗിൾ ബുക്ക് എന്ന ബുക്കിനെ കുറിച്ചാണ് ഞാനിവിടെ തന്നിരിക്കുന്നത് കേട്ടോ. ജംഗിൾ ബുക്ക് ഈസ് എ കളക്ഷൻ ഓഫ് സ്റ്റോറീസ്. ദ സ്റ്റോറി ഫോക്കസസ് എ ബോയ് നെയ്മഡ് മൗഗ്ലി ഓൺ ഹിസ് അഡ്വഞ്ചേഴ്സ് ആസ് ഹി നാവിഗേറ്റ് ടു ജംഗിൾ, ലേണിംഗ് ഇറ്റ്സ് ഫ്ലോസ് ഫ്രം ഹിസ് ആനിമൽ ഫ്രണ്ട്സ് ആൻഡ് മെൻറ്റേഴ്സ് such as Balu the bear and Bagheera the panther. The central conflict in the story is Mowgli's struggle against the menacing tiger Sher Khan, and who believes the boy is his rightful prey. The boy also explores the themes of courage, loyalty, and the importance of family and community. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈബ്രറിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബുക്ക് എടുത്ത് വായിക്കാം കേട്ടോ. വായിച്ചിട്ട് അതിനെ ചുരുക്കിയിട്ട് ഒരു ഷോർട്ട് നോട്ടാക്കി എഴുതുകയാണ് വേണ്ടത്. നെക്സ്റ്റ് മോയിനയുടെ ഡയറി ആണ്. മോയിന ദ ക്യൂരിയസ് ഗേൾ ഫ്രം അവർ സ്റ്റോറി കീപ്സ് എ ഡയറി ടു റെക്കോർഡ് her adventures and thoughts. A part of it gets wet in the rain and can't be read. Help Moina restore the last part. മോയിനയുടെ ഡയറിയുടെ ഒരു 4 വരി അവർ തന്നിട്ടുണ്ട്. ഡിയർ ഡയറി, today was a fun day. It appeared that it might rain, but I still wanted to go outside. When I went to the riverside, I saw a boy crying. അപ്പോൾ എന്താണ്, ഇന്നൊരു ഫൺ ഡേ ആയിരുന്നു. മഴ പെയ്യാനുള്ള പോലെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പോയി പുറത്ത്, ഞാനൊരു നദിക്കരയിൽ പോയി. അവിടെ വെച്ച് ഞാൻ എന്ത് ചെയ്തു, ഒരു ബോയ് കരയുന്നത് കണ്ടു എന്നാണ് പറയുന്നത്. ഓക്കെ, അതുവരെയാണ് ഈ പാരഗ്രാഫ് വരുന്നത്. ഒരു ഡേറ്റ് കൊടുക്കുക കേട്ടോ, ഡിയർ ഡയറി. ദെൻ നമ്മളൊരു ഡേറ്റ് കൊടുത്തു. ദെൻ അവർ തന്നിരിക്കുന്നതാണ് ഈ ഫസ്റ്റ് പാര വരുന്നത്. ഇനി നമ്മൾ എഴുതേണ്ടത് ഐ വാക്ക്ഡ് അപ്പ് ടു ഹിം ആൻഡ് ആസ്ക്ഡ് ഹിം വാട്ട് വാസ് റോങ്. ഹി ടോൾഡ് മീ ഹി ഹാഡ് ലോസ്റ്റ് ഹിസ് പപ്പി വൈൽ പ്ലേയിങ്. ഞാൻ എന്ത് ചെയ്തു, അവൻ്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് എന്താണ് കരയാൻ കാരണമെന്ന് ചോദിക്കും. അവൻ പറയും അവൻ്റെ പപ്പി, ആ നായക്കുട്ടീനെ മിസ് ചെയ്തു കളിക്കുന്ന ടൈമിൽ എന്ന് പറയും. ഐ സെഡ് വെരി സാഡ് ഫോർ ഹിം. ഞാൻ എന്ത് ചെയ്തു, I said very sad for him, so I decided to help him look for his puppy. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. അപ്പോൾ ഞാൻ അവനെ ഹെൽപ്പ് ചെയ്യാൻ തീരുമാനിക്കും, അവൻ്റെ പപ്പീനെ തിരഞ്ഞു പിടിക്കാൻ തീരുമാനിക്കും. വി സെർച്ച്ഡ് ഫോർ എ ലോങ് ടൈം ആൻഡ് ഫൈനലി വി ഫൗണ്ട് ദ പപ്പി ഹൈഡിങ് ബിഹൈൻഡ് എ ബിഗ് റോക്ക്. അപ്പോൾ ഞങ്ങൾ കുറേ തിരഞ്ഞിട്ട് ഒരു വലിയ പാറയുടെ ബാക്കിൽ നിന്ന് അതിനെ കിട്ടും. അതിൻ്റെ ബാക്കിൽ അത് ഹൈഡ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും, ഒളിഞ്ഞു നിൽക്കുന്ന പോലെ. ദ ബോയ് വാസ് സോ ഹാപ്പി ആൻഡ് ഹി താങ്ക്ഡ് മീ ഫോർ മൈ ഹെൽപ്പ്. ആ ബോയ്ക്ക് ഭയങ്കര സന്തോഷമായി. അവൻ എന്നോട് താങ്ക് യു പറഞ്ഞു എൻ്റെ സഹായത്തിന്. ഇറ്റ് ഫെൽ ഗുഡ് ടു ഹെൽപ്പ് സംവൺ ഇൻ നീഡ്. ആവശ്യമുള്ളവരെ സഹായിക്കുക എന്നുള്ളത് നല്ലൊരു ഫീലിംഗ് ആണ് അല്ലേ. അതാണ് ഇവിടെ പറയുന്നത്. ഡയറി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഇതാണ് ഡയറി കേട്ടോ. നെക്സ്റ്റ് വരുന്നത് One day Moina's teacher took the class for a nature walk and the children were very happy. Look at the picture carefully and describe what you see and what you feel about it. അപ്പോൾ മോയിനയുടെ ക്ലാസ് ടീച്ചർ എന്ത് ചെയ്യാണ്, അവരെ നേച്ചർ വാക്കിന് കൊണ്ടുപോവാണ്. പുറത്തു കൂടെയൊക്കെ ഇങ്ങനെ പ്രകൃതിയുടെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് കേട്ടോ. അപ്പോൾ ആ സീനറി കാണുന്നുണ്ടല്ലോ അല്ലേ നിങ്ങൾ, അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ, ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടാക്കണം. ഇവിടെ താഴെ കുറച്ച് ഹിൻ്റൊക്കെ തന്നിട്ടുണ്ട്, ഇതൊക്കെ വായിക്കുക. ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ആൻസറിലേക്ക് കടക്കാം. Image depicts a teacher, Moina, and several children on a nature walk.
The children appear happy, excited and curious as they observe their surroundings. അപ്പോൾ ചിത്രത്തിൽ കാണുന്നത് ടീച്ചർ, മൊയ്ന, കുറച്ച് കുട്ടികൾ നേച്ചർ വാക്കിന് പോവുകയാണ്. കുട്ടികളെല്ലാം വളരെ ഹാപ്പിയാണ്, എക്സൈറ്റഡ് ആണ്, സറൗണ്ടിങ്സ് പരിസരം എല്ലാം നോക്കിക്കാണാൻ ഭയങ്കര ക്യൂരിയസ് ആണ്. There are 5 people in the picture, 1 adult teacher and 4 children. 5 ആളുകളാണ് ചിത്രത്തിലുള്ളത്, ഒരു ടീച്ചറും 4 കുട്ടികളും. Teacher is pointing to something in the distance and the children are looking on with interest. ടീച്ചർ എന്തോ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു, കുട്ടികൾ വളരെ ഇൻട്രസ്റ്റോടെ അത് നോക്കുന്നു. The beauty of nature is clearly visible in the picture with a mountain in the background. അപ്പോൾ പ്രകൃതിയുടെ സൗന്ദര്യം പിക്ചറിൽ വളരെ വ്യക്തമായിട്ട് കാണാം അല്ലേ. അതായത് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മൗണ്ടെയിൻ കാണാം, ഒരു നദി ഒഴുകുന്നുണ്ട്. എ റിവർ ഈസ് ഫ്ലോയിങ് നിയർ ബൈ. ദി ട്രീസ് ആർ ടോൾ ആൻഡ് ഫുൾ ഓഫ് ഗ്രീൻ ലീവ്സ്. വലിയ വലിയ മരങ്ങൾ, പച്ച ഇലകൾ അല്ലേ. ദർ ആർ ഓൾസോ കളർഫുൾ ഫ്ലവേഴ്സ് വിത്ത് യെല്ലോ പെറ്റൽസ്. വളരെ ഭംഗിയുള്ള പൂക്കൾ, യെല്ലോ പെറ്റൽസ്, മഞ്ഞ ഇതളുകൾ അല്ലേ. ദർ ആർ ബേർഡ്സ് ഫ്ലൈയിങ് ഇൻ ദ എയർ. എയറിൽ പക്ഷികൾ പറക്കുന്നു. The children's expressions and postures suggest that they are very happy. കുട്ടികളുടെ എക്സ്പ്രഷനും അവരുടെ പോസ്റ്റേഴ്സും കാണുമ്പോൾ തന്നെ അറിയാം അവർ വളരെ സന്തോഷമാണ്, അവർക്ക് എക്സൈറ്റഡ് ആണ് ആൻഡ് ഫ്യൂറിയസ് അബൌട്ട് their natural environment. The overall feeling of the place is peace and beauty. ഭയങ്കര സമാധാനവും ഭംഗിയുമായിരുന്നു. ആ ഒരു നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, ഭയങ്കര പ്രകൃതി ഭംഗി നമുക്ക് ആ ചിത്രത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ലാസ്റ്റ് ആക്ടിവിറ്റി ആണിത്, 8ാമത്തെ ആക്ടിവിറ്റി. റൈറ്റ് എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ഗിവൺ പിക്ചർ. യു മേ കൺസിഡർ ദി ഫോളോവിങ് പോയിന്റ്സ് വൈൽ റൈറ്റിംഗ് ദ ഡിസ്ക്രിപ്ഷൻ. 5 പോയിന്റ്സ് തന്നിട്ടുണ്ട്. ആ പോയിന്റ്സ് വെച്ചിട്ട് നമ്മൾ ഈ ചിത്രത്തിന് ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടാക്കണം. പിക്ചർ നോക്കുക, തീം നോക്കുക, കീ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് നോക്കുക. ദെൻ അതിന് ശേഷം ഈ ഇതിനകത്ത് കാണുന്ന ഒബ്ജക്ട്സ് അതുപോലെ തന്നെ പീപ്പിൾ എല്ലാം നോക്കുക. അറേഞ്ച് ദം ഇൻ എ സീക്വൻസ് എന്നിട്ട് എഴുതുക കേട്ടോ, ഓർഡറിൽ എഴുതുക. നോക്കാം നമുക്ക്. The picture depicts a backwater village likely in a place such as Kerala. ഒരു കായൽ ഉള്ള ഒരു വില്ലേജ് ആണ്, കായൽ എന്ന് പറയാം നമുക്കതിനെ. അത് കേരളം പോലെ ഒരു പ്രദേശം. The scene is centered around a wide river or canal with coconut trees lining both the banks. അപ്പോൾ സീനിൽ എന്ത് ചെയ്യേണ്ട, ഒരു നദി ഒഴുകുന്ന പോലെ അല്ലേ, നദി ഒഴുകുന്ന പോലെ ഉണ്ട്. അതുപോലെ തന്നെ അപ്പുറത്തും ഇപ്പുറത്തും തെങ്ങുകളൊക്കെ നിൽക്കുന്നുണ്ട്. A person in a small boat is paddling down the waterway while a flock of ducks swim nearby. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരാൾ തോണിയിൽ പോകുന്നുണ്ട്, കുറച്ച് താറാക്കൂട്ടം മേയുന്നുണ്ട്. ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ റിവർ എ വിമൺ ഈസ് വാക്കിംഗ് അലോങ് എ പാത്ത്. ആൻഡ് അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ ഒരു സ്ത്രീ നടന്നു പോകുന്നുണ്ട്. ആൻഡ് അനദർ പേഴ്സൺ ഈസ് നീലിംഗ് ബൈ ദ വാട്ടർ ആൻഡ് വാഷിംഗ് സംതിങ്. വേറൊരാൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലോത്തോ എന്തോ വാഷ് ചെയ്യുന്നുണ്ട്, കുനിഞ്ഞു നിന്ന് എന്തോ ചെയ്യുന്നുണ്ട്. ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് ദർ ആർ ട്രഡീഷണൽ ഹൗസസ് ആൻഡ് ലഷ് ഗ്രീനറി. ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് വീടുകൾ കാണാം, പച്ചപ്പും ഉണ്ട് അല്ലേ. ഓൾ അണ്ടർ എ ബ്രൈറ്റ് ബ്ലൂ സ്കൈ വിത്ത് സ്കാറ്റേർഡ് ക്ലൗഡ്സ്. അപ്പോൾ നല്ല നീലാകാശമാണ്. ദ ഓവറോൾ തീം ഈസ് വൺ ഓഫ് ദ പീസ്ഫുൾ റൂറൽ ലൈഫ് ക്ലോസ്ലി കണക്റ്റഡ് ടു ദ നേച്ചർ. ഒരു റൂറൽ ലൈഫ്, ഗ്രാമീണ ഭംഗിയാണ് അവിടെ കാണുന്നത് കേട്ടോ. അപ്പോൾ അത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വൈ ഗേളിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കാം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.